അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. സ്പൈനൽ മസ്കുലർ അസ്ട്രോഫി ബാധിച്ച 4 മാസം പ്രായമായ ധ്രുവാന്റെ ചികിത്സയ്ക്കായി കൂത്താട്ടുകുളം സ്വദേശികളായ മാതാപിതാക്കൾ സഹായം തേടുന്നു. 16 കോടി രൂപ ചിലവ് വരുന്ന ജീൻ തെറാപ്പിക്കായി ഇതിനകം 12 കോടി സമാഹരിച്ചു. ഇനിയും 4 കോടി രൂപ കൂടി ആവശ്യമാണ്. സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച 4 മാസം പ്രായമായ ധ്രുവാന്റെ ചികിത്സയ്ക്കായി നല്ല മനസ്സുകളുടെ സഹകരണം തേടുകയാണ് കൂത്താട്ടുകുളം സ്വദേശികളായ ദമ്പതികൾ. പേശികൾക്ക് ബലം കുറഞ്ഞ് ചലനശേഷി നഷ്ടപ്പെടുന്ന രോഗം 1 മാസം പ്രായമുള്ളപ്പോഴാണ് ധ്രുവാന് കണ്ടെത്തുന്നത്. ജീൻ തെറാപ്പിക്ക് ഇനി ആവശ്യമായ 4 കോടി രൂപ സമാഹരിച്ച് മകനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ധ്രുവാന്റെ കുടുംബം. SMA ടൈപ്പ് 1 രോഗാവസ്ഥയാണ് ധ്രുവാന് ബാധിച്ചത്. എത്രയും വേഗം മരുന്ന് നൽകുന്നുവോ അത്രയും എളുപ്പത്തിലും വേഗത്തിലും ധ്രുവാന് സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താം. രോഗം കണ്ടെത്തിയ 1-ാം മാസം മുതൽ ലക്ഷങ്ങൾ ചിലവാക്കി കൂത്താട്ടുകുളം കിഴക്കൊമ്പ് സ്വദേശികളായ അനന്തു അശോകും ഭാര്യ അശ്വതിയും. എന്നാൽ ജീൻ തെറാപ്പി പരിഹാരമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു കുഞ്ഞിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ. ഇതിനായി മരുന്ന് വിദേശത്ത് നിന്ന് എത്തിക്കണം. ആകെ ചിലവ് 16 കോടിയാണ്. ഇതിനായി നാട്ടുകാരും ഒപ്പമുള്ളവരും ചേർന്ന് സഹായനിധി രൂപീകരിച്ചു. മരുന്നിനായി ഇനിയും വേണം 4 കോടി രൂപ. മൂവാറ്റുപുഴയിലെ 6 മാസം പ്രായമുള്ള മിയ മരിയയും SMA രോഗബാധിതയാണ്. ഈ കുഞ്ഞിനായി സ്വരൂപിച്ചതിൽ അധികം പണം ധ്രുവാനായി കൈമാറിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതുവരെ 10 കോടി രൂപ എത്തിച്ചത്. മോന്റെ തന്നെ സിമിലർ കേസായിട്ടുള്ള ഡയഗ്നോസ് ആണ് മിയമോളുടെയും ചെയ്തത്. അവരുടെ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3-5 ദിവസം കൊണ്ട് നിങ്ങളെല്ലാവരും കൂടി ആ ക്യാമ്പയിനിൽ റിക്വയർഡ് എമൗണ്ട് നിങ്ങൾ അച്ചീവ് ചെയ്ത് കൊടുത്തു. എൻ്റെ മോൻ്റെ അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മിയമോളുടെ പേജിലൂടെയൊക്കെ നമ്മൾ ന്യൂസ് ഷെയർ ചെയ്തുകൊണ്ട് ഒത്തിരി ഹെൽപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എമൗണ്ട് കയറുന്നതും കുറച്ച് കൂടി. ധ്രുവാനൊന്ന് ചിരിച്ചു നടക്കാൻ തുടങ്ങണം. അനന്തുവിന്റെയും അശ്വതിയുടെയും ഈ ആഗ്രഹം സഫലമാക്കാൻ നാട് കൈപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ അച്ഛനും അമ്മയും. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.